ഹായ് ഓൾ. അപ്പോൾ റേ ഓപ്റ്റിക്സിൻ്റെ എൻട്രൻസ് ന്യൂമറിക്കൽസ് ബാലൻസ് നമ്മൾ ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പം നോക്കിയോളൂ, നമ്മുടെ ക്വസ്റ്റ്യൻ: ഇൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ ദെൻ വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര വരും? നമുക്ക് അറിയാമെന്നുള്ളതല്ലേ. എന്താണ് വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ളത് നമുക്കറിയാം. If the angle of incidence is equal to at a critical angle, there will be no refracted ray. തന്നെ റിഫ്രാക്റ്റഡ് റേ ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇൻസിഡൻറ്റ് റേ റിഫ്ലക്സ് ബാക്ക്. ഇനി ബ്രിം കണ്ടീഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഐയുടെ വാല്യൂ സി ആകുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ എത്ര വരും? 90 വരും എന്നാണ് പഠിച്ചത്. ഞാനൊന്ന് വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഞാൻ ഒരു ഡെൻസർ മീഡിയം വരയ്ക്കുകയാണ്. അവിടെ നിന്നൊരു റയറർ മീഡിയത്തിലോട്ട് ഇത് ഡെൻസറാണ്, ഇത് റയറാണ്. ലൈറ്റ് കയറുന്നത് ശ്രദ്ധിക്കുക. ദാ ഇവിടെ വന്നു, ഈ പോയിന്റിൽ നോർമൽ വരച്ചു. ഇനി ആ ബ്രിം കണ്ടീഷൻ നിങ്ങൾക്കറിയാം, അടുത്ത റേ ഗ്രേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. ഇനി ഇതാണ് ഐ. ഈ ഐയുടെ വാല്യൂ സി ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 90. അത് എത്രയെന്നാണ് ചോദ്യം. ഐയുടെ വാല്യൂ സി ആകുമ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ആൻസർ എത്ര? 90. സ്ട്രെയിറ്റ് തിയറി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A biconvex lens has a radii of curvature 20 cm. ഒരു എന്താണ് കോൺവെക്സ് ലെൻസാണ്. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്, രണ്ട് സൈഡും 20 ആണ്. അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസാണ്. ഫസ്റ്റ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 6 ഉണ്ടെന്ന് വിളിക്കാം. അത് കംപ്ലീറ്റ് ചെയ്താൽ റൈറ്റിലോട്ടൊരു സ്ഫിയർ കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ റേഡിയസ് പോസിറ്റീവ് വരും. പോസിറ്റീവ്, ഓക്കെ, പോസിറ്റീവ് 20. ഇനി രണ്ടാമത്തെ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആണ്. അത് ലെഫ്റ്റിലോട്ടൊരു സ്ഫിയർ കിട്ടും. അപ്പോൾ -20 എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ. ഇനി ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.5, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ 1.5 ആണെങ്കിൽ പവർ ഓഫ് ദ ലെൻസ് എത്ര? ഇത് നല്ല എളുപ്പമാണ്. എന്താണ് 1/f ഈസ് ഈക്വൽ ടു n-μ-1 എന്ന് ഞാൻ എഴുതാം ഇൻറ്റു 1/r1 - 1/r2 എന്ന് പറയുന്ന നമ്മുടെ ഫോർമുല എഴുതി 1/f ഈസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ വാല്യൂ അങ്ങ് ഇടുക. മ്യൂവിൻ്റെ ആൻസർ 1.5 എന്നാണ്. 1.5 - 1 എത്ര? 0.5 അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു 1/20 -1/-20. ഓക്കെ. അപ്പോൾ ആൻസർ ഇതാ വരുന്നു. 1/f ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/20 + 1/20 2/20. ഓക്കെ. അപ്പോൾ ഇതാ ആൻസർ 2 × 2 ക്യാൻസലായി. അപ്പോൾ 1/fൻ്റെ ആൻസർ 1/20 എന്നാണ്. അപ്പോൾ എഫിൻ്റെ ആൻസർ 20 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ. എഫിൻ്റെ ആൻസർ 20 സെൻറ്റിമീറ്റർ, മീറ്റർ ആക്കണം. അപ്പോൾ 20/100 ഇത്രയും മീറ്റർ. അങ്ങനെയാണെങ്കിൽ പവർ എത്ര എന്നാണ്? പവർ ഈസ് ഈക്വൽ ടു 1/f എന്നാണ് അല്ലേ. റെസിപ്രോക്കൽ ഓഫ് എഫ്. അപ്പോൾ 100/20. അപ്പോൾ ആൻസർ എത്ര? 5 എന്നാണ്. 5 ഡയോപ്റ്റർ. നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. 5 ഡയോപ്റ്റർ എന്നാണ് എൻ്റെ ആൻസർ. എളുപ്പമല്ലേ? സ്ട്രൈറ്റ് ക്വസ്റ്റൻ അല്ലേ. ഇനി അടുത്തതിലേക്ക് പോകാം. എന്താണ് നല്ല ക്വസ്റ്റ്യൻ. അതിനകത്ത് പക്ഷേ ആൻസർ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ അത്ര ക്ലിയർ അല്ല. അതിനകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. എ പോയിൻ്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 60 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് മിറർ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 30. കോൺവെക്സ് ലെൻസാണ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 30 ആണ്. ഓക്കെ. അതിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു 60 സെൻറ്റിമീറ്റർ ദൂരെ. വളരെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി if a plane mirror is put perpendicular to the principal axis at a distance 40, the final image would be formed at a distance of. അവിടെ ഒരു പ്ലെയിൻ മിറർ ഇരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ പ്ലെയിൻ മിറർ അവിടെ വെച്ചിരുന്നാൽ, പ്ലെയിൻ മിറർ ഇവിടെ ഇങ്ങനെ വെച്ചാൽ 40 സെൻറ്റിമീറ്റർ ദൂരെ വെച്ചാൽ ഫൈനൽ ഇമേജ് എവിടെ ഉണ്ടാവും? അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അറിയാം, ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം അറിയാം, യു അറിയാം. ഇത് വെച്ചിട്ട് ഇമേജ് എവിടെ ഉണ്ടാവുമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അപ്പം ഞാൻ എഴുതാൻ പോവുകയാണ്. ഹെൽപ്പ് ചെയ്യാനെ. യുവിൻ്റെ ആൻസർ എത്രയാണ്? -60. ഫോക്കൽ ലെങ്തിൻ്റെ ആൻസർ എത്രയാണ്? 30 ആണ്. അപ്പോൾ 1/v - 1/u ഈസ് ഈക്വൽ ടു 1/f എന്നാണ് ലെൻസിൻ്റെ ഫോർമുല. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1/f + 1/u എന്നാണ്. ഇപ്പോൾ ഇതിൽ വാല്യൂ ഇടുക. 1/30 + 1/-60. അപ്പോൾ ഇത് സിമ്പിൾ കാൽക്കുലേഷൻ നമുക്കങ്ങ് ചെയ്തേക്കാം. എന്താണ്? അപ്പോൾ 2/60 - 1/60.
അപ്പോൾ ആൻസർ ഇതാ 1/60 എന്ന് വരും. അപ്പോൾ വിയുടെ ആൻസർ എത്ര വരും? 60 സെൻറ്റിമീറ്റർ. അതായത് ലെൻസിൻ്റെ റൈറ്റ് സൈഡിൽ 60 സെൻറ്റിമീറ്റർ ദൂരെ ഇമേജ് ഉണ്ടാവും. ഇപ്പോൾ വി എന്ന് പറയുന്നത് 60. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇമേജ്. ഈ ഇമേജ് മിററിൻ്റെ ഓബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഇമേജ് ഉണ്ടാകുന്നത് ആക്ച്വലി അവിടെ സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായേനെ, പക്ഷേ ഇപ്പോൾ മിററിൻ്റെ അകത്താണ് ഫോം ചെയ്യുന്നത്. ഇനി എനിക്കറിയാമെന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. എന്താണ് ഈ മിററിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ഈ ഇമേജ്? ആ മിററിൻ്റെ ഓബ്ജക്റ്റ് അല്ലേ? ആണ്. അപ്പോൾ എവിടെ ഇമേജ് ഉണ്ടാവും? അവൻ്റെ പുതിയ ഇമേജ് എവിടെ ഉണ്ടാക്കും അവൻ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ സാധനം എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഓഫ് മിററാണ്. ഓക്കെ, അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ദൂരം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി മറ സൈഡിൽ ഇവിടെ എവിടെയോ ഒരു ഇമേജ് അവൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം. എത്ര എന്നൊക്കെ പറയണം. ഈ ദൂരം എത്ര വരും? ഈ ദൂരം എത്രയാണ്? നിങ്ങൾ തന്നെ പറയൂ, എത്ര വരും? നിങ്ങൾ തന്നെ നേരെ ഒന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ പിടികിട്ടും. ഇവിടെ നിന്ന് ഇതുവരെ 60, ഇവിടെ നിന്ന് ഇതുവരെ 40, അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ എത്ര? 20. അപ്പോൾ 20 വളരെ സിമ്പിളായിട്ട് ആൻസർ ഇതാ കിട്ടിയിട്ടുണ്ട്. ഈ ദൂരം എത്രയാണ്? 20. ഇനി നിങ്ങൾക്കറിയാം, ഒരു പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ ഓബ്ജക്റ്റ് വെച്ചാൽ അതിൻ്റെ ഇമേജ് ഉണ്ടാവും. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവാണ്. ഇതാണ് ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം, അത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ ദൂരെ അതൊരു ഇമേജ് ഉണ്ടാക്കും. ഓക്കെ, 20 സെൻറ്റിമീറ്റർ ദൂരെ അതൊരു ഇമേജ് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ 20 സെൻറ്റിമീറ്റർ ദൂരെ ഒരു ഇമേജ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ആ ഇമേജ് എവിടെ ഉണ്ടാവും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. യുവിൻ്റെ ആൻസർ നമുക്കറിയാം 20. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 20 സെൻറ്റിമീറ്ററിൽ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കും. ഈ ഇമേജ് നമുക്ക് കിട്ടും. അപ്പോൾ ഇമേജ് അവിടെ കിട്ടുന്നതുകൊണ്ട് അതൊരു റിയൽ ഇമേജ് ആയിരിക്കും, വിർച്വൽ ഇമേജ് അല്ല. പിന്നെന്താണ് കിട്ടുന്നത്? റിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ലൈറ്റ് ഈ ലെൻസിൽ ചെന്ന് വീണിട്ട് അവിടെ നിന്ന് മിററിൽ ചെന്ന് അടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവണമല്ലോ. ആ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇതിൽ റിയൽ ഇമേജ് വരുന്ന ഓപ്ഷൻസ് ഇത് രണ്ടുമാണ്. ഇനി ഇത് എത്ര ദൂരെ എന്നുള്ളതാണ് വിഷയം. മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ദൂരെയാണ് ഉണ്ടാവേണ്ടത്. അതെന്താണ് അങ്ങനെ? മിററിൻ്റെ ഓബ്ജക്റ്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. മിററിൻ്റെ ഓബ്ജക്റ്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അത് 20 ദൂരെയാണ്. അപ്പോൾ ഈ ഇമേജിലേക്കുള്ള ദൂരവും 20 ആയിരിക്കണം. അപ്പോൾ മിററിൽ നിന്ന് 20, മിററിൽ നിന്ന് 20 എന്ന് പറയുമ്പോൾ ലെൻസിൽ നിന്ന് 20, അത് ടോട്ടൽ 40 അല്ലേ? ഇത് ടോട്ടൽ 40. ഇവിടെ നിന്ന് ഇതൊരു 20 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതൊരു 20. അപ്പോൾ ലെൻസിൻ്റെ റൈറ്റ് സൈഡിൽ 20 സെൻറ്റിമീറ്റർ ദൂരെ ഒരു റിയൽ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ്? കിടക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. ലൈറ്റ് വന്ന് നമ്മുടെ ഒറിജിനൽ സംഭവിക്കുന്ന കഥയാണ് ഞാൻ പറയുന്നത്. ലൈറ്റ് വന്നിട്ട് ലെൻസിൽ വീഴുന്നു, ലെൻസിൽ നിന്ന് ലൈറ്റ് മിററിൽ വീഴുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് ലൈറ്റ് ഇവിടെ വീഴുന്നു, ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും. ഇതാണ് റിയൽ. ഓക്കെ, അപ്പോൾ ഫൈനൽ ഇമേജ് റിയൽ ആയിരിക്കും എന്നുള്ളതിനകത്ത് ആർക്കും ഡൗട്ടില്ല. ഇനി ഇവിടെ നമ്മൾ സെപ്പറേറ്റ് സ്റ്റോറിയെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിൽ ലൈറ്റ് വീഴും, അവൻ ഇമേജ് ഇവിടെ ഉണ്ടാക്കും. ഈ ഇമേജ് മിററിൻ്റെ ഒബ്ജക്റ്റായിട്ട് വർക്ക് ചെയ്യും, എന്നിട്ട് അവൻ ഫൈനൽ ഇമേജ് ഉണ്ടാക്കും. ഇനി ഈ ദൂരം 20 ആണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന ദൂരവും 20 ആയിരിക്കണം. ഓക്കെ, ഈ ദൂരം 20 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരവും 20 ആയിരിക്കും. കാരണം ഇത് ടോട്ടൽ എത്രയാണ്? 40 ആണ്. അടിപൊളിയല്ലേ? അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 similar thin equiconvex lenses of focal length f each kept coaxially in contact with each other such that the focal length of the combination is f1. രണ്ട് ഇക്വികോൺവെക്സ് ലെൻസ്, രണ്ടിൻ്റെ ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ് ആണ്. കെപ്റ്റ് കോആക്സിയലി. ഓക്കെ, രണ്ട് കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് f1 ആണ്. ഇനി വെൻ ദ സ്പേസ് ബിറ്റ്വീൻ ദം ഈസ് ഫിൽഡ് വിത്ത് ഗ്ലിസറിൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്താണ്? ആസ് ദാറ്റ് ഓഫ് ഗ്ലാസ്. ഗ്ലാസിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയലാണ്. ദെൻ ഈക്വലൻ്റ് ഫോക്കൽ ലെങ്ത് ഈസ് f2. അങ്ങനെയാണെങ്കിൽ f1 ഡിവൈഡഡ് ബൈ f2 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം.
അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. ഫസ്റ്റ് കേസിൽ ഒരു പിക്ചർ അങ്ങോട്ട് വരയ്ക്കുക. എന്താണ് ദാ വരയ്ക്കാൻ പോകുന്നു, ഞാൻ വരയ്ക്കാൻ പോകുന്നു. ദാ നമ്മുടെ ഫസ്റ്റ് പിക്ചർ, ഫസ്റ്റ് ലെൻസ് ഫോക്കൽ ലെങ്ത് എഫ്, സെക്കൻഡ് ലെൻസ് ഫോക്കൽ ലെങ്ത് എഫ്. ഓക്കെ, ഇവർ രണ്ടുപേരെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ എനിക്കറിയാം. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഡീറ്റെയിൽസ് പറയണം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾ തന്നെ എല്ലാം പറയണം. ഒരു ലെൻസ് എടുത്താൽ 1/f ഈസ് ഈക്വൽ ടു μ-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നാണ്. ഓക്കെ, ഒറ്റ ലെൻസിനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു μ-1 ഇൻറ്റു 1/r1 എന്ന് പറഞ്ഞാൽ r, നേരത്തെ ഉള്ള പ്രോബ്ലം ചെയ്ത പോലെ, മൈനസ് 1/r2 എന്ന് പറഞ്ഞാൽ -r. ഓക്കെ, അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു μ-1 ഇൻറ്റു 2/r എന്നാണ്. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എഫിൻ്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സുഖമായിരുന്നു. അപ്പോൾ അത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവിടെ ഇരിക്കട്ടെ. കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് എത്രയാണ്? എഫ് അല്ലേ, F1 അല്ലേ. അപ്പോൾ 1/f1 ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/f എന്ന്. അപ്പോൾ ആൻസർ പറയണം. അപ്പം μ-1 ഇൻറ്റു 2/r പ്ലസ് μ-1 ഇൻറ്റു 2/r. ഓക്കെ, ആർക്കും ഇവിടെ പേടിയില്ല. അപ്പോൾ അതാ ആൻസർ ഞാൻ ചെയ്യാൻ പോകുന്നു. സോ 2 ടൈംസ് μ-1 ഇൻറ്റു 2/r എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പിടികിട്ടി. ഇനി ഇതിനകത്ത് വാല്യൂ ഇടുക. 2 ഇൻറ്റു മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5. 1.5 ഇന്ന് 1 പോയാൽ ഹാഫ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ r. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ 2/r എന്ന് വരും. 2/r എന്ന് വരും. എന്തിൻ്റെ ആൻസറാണ്? F1ൻ്റെ ആൻസറാണ്. 1/f1ൻ്റെ ആൻസറാണ്. അപ്പോൾ F1ൻ്റെ ആൻസർ എന്ത് വരും? F1 ഈസ് ഈക്വൽ ടു r/2. മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഡിഫിക്കൽട്ടി ഒന്നും തന്നെ ഇല്ല. ഇനി രണ്ടാമത്തെ കേസിൽ ഈ രണ്ട് പേരുടെ ഇടയ്ക്ക് ഒരു ലിക്വിഡ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാം. എന്താണ് 1/f. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആ ലിക്വിഡ് ലെൻസിൻ്റെത് മാത്രമേ പറയാവൂ കേട്ടോ. ലിക്വിഡ് ലെൻസിൻ്റെ കേസ് മാത്രം പറയണം. പിക്ചർ ഇതാണ്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് സംഗതി. ഇവൻ കോൺകേവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫസ്റ്റ് സർഫസിൻ്റെത് -r വരും, സെക്കൻഡ് സർഫസിൻ്റെത് +r വരും. ഇത് +r വരും, ഇത് -r വരും. ഇനി നിങ്ങൾ തന്നെ ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പറയണം. അപ്പോൾ 1/f' എന്ന് ഞാൻ വിളിക്കാം. ഓക്കെ, f' ഈസ് ഈക്വൽ ടു μ-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. പേടിയൊന്നും ആർക്കും ഇല്ല ഇവിടെ. ഇപ്പോഴേ വാല്യൂ അങ്ങ് ഇട്ടേക്ക് ഞാൻ. 1/f' ഈസ് ഈക്വൽ ടു മ്യൂവിൻ്റെ ആൻസർ എത്രയാണ്? 1.5 എന്ന് പറയുന്നുണ്ട്. -1 ഹാഫ് ഇൻറ്റു -2/r. അപ്പോൾ ആൻസർ എത്ര വരും? 1/f' ഈക്വൽ ടു -1/r. അപ്പോൾ അപ്പോൾ 1/f'-ൻ്റെ ആൻസറായി. ഓക്കെ, ഇനി എന്താണ് വേണ്ടതെന്ന് പറയണം. F2 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് F2? കമ്പൈൻഡ് ഫോക്കൽ ലെങ്താണ്. 3 പേരുടെയും കൂടെ ഫോക്കൽ ലെങ്താണ്. അപ്പോൾ 1/f2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/f1 പ്ലസ് 1/f2 പ്ലസ് 1/f3 എന്ന് എഴുതിക്കൂടെ? ഇനി ഇതിൽ വാല്യൂ നമുക്കിടാം. അപ്പോൾ 1/f2 ഈസ് ഈക്വൽ ടു 1/f1. F1ൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണല്ലേ. അപ്പോൾ 1/f അല്ലേ. ഇനി 1/f2 എന്ന് പറയുന്നത് എന്താണ്? 1/f' ആണ്. ഇനി പ്ലസ് 1 അടുത്തത് f ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒന്നും കൂടെ ചെയ്യാം. 1/f2 ഈസ് ഈക്വൽ ടു പറയും 2/f പ്ലസ് 1/f' എന്നാണ്. പേടിയൊന്നും ആർക്കുമില്ല. ഇനി ഇതിൽ വാല്യൂ ഇടണം. നിങ്ങൾ തന്നെ വാല്യൂ പറയാം. 1/f2 ഈസ് ഈക്വൽ ടു 2/f എന്ന് പറഞ്ഞാൽ എന്താണ്? 2/f എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/f എന്നാണ് അല്ലേ.
1/f ആൻസർ ഞാൻ ഇടയ്ക്ക് ഇവിടെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു തന്നെ നിങ്ങൾക്ക്. 2/f 1/f ആൻസർ എത്ര വരും? 1.5 മൈനസ് 1 ഹാഫ് ഇൻറ്റു 2/r. അപ്പോൾ 1/r എന്ന് വരും. ഇതിൽ വാല്യൂ ഇടാം. അപ്പോൾ 2 ഇൻറ്റു 1/f. അപ്പോൾ 2 ഇൻറ്റു 1/r പ്ലസ് 1/f ഡാഷിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്, മൈനസ് 1/r. അപ്പോൾ 1/f2 ഈസ് ഈക്വൽ ടു ഇതാ ആർ അവിടെ ഉണ്ട്. ഇനി രണ്ടും കൂടെ ചേരുമ്പോൾ 2ഉം മൈനസ് 1ഉം. അപ്പോൾ എത്ര വരും? 1/r. അപ്പോൾ F2ൻ്റെ ആൻസർ ഇതാ വന്നു. F2ൻ്റെ ആൻസർ R എന്നാണ്. ഇനി നമ്മളത് യോജിച്ചിരിക്കുന്നത് F1 ഡിവൈഡ് ബൈ F2 എന്നാണ്. ഇത്തിരി ലെങ്തിയാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ F1ൻ്റെ ആൻസർ R/2 എന്നാണ്, ഡിവൈഡഡ് ബൈ R. അപ്പോൾ ആൻസർ 1/2 എന്നാണ്. 1/2 എന്ന് പറഞ്ഞാൽ 1:2 എന്നാണ്. ഓക്കെ, 1:2 എന്നാണ് ആൻസർ. ഓപ്ഷൻ ഇതായിരിക്കും, ഓപ്ഷൻ സി ആണ്. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഇതൊരു കൊച്ചു ക്വസ്റ്റ്യനാണ്, നിങ്ങളതിനെ വലുതാക്കരുത്. നമ്മുടെ ഇവിടെ ആദ്യം ഇതുപോലെ 2 ലെൻസ് കോണ്ടാക്റ്റിൽ വെച്ചു. 2ൻ്റെ ഫോക്കൽ ലെന്ത് എഫ് ആണ്. അപ്പോൾ ഒരു ലെൻസിൻ്റെ കേസിൽ 1/f ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ നമുക്കറിയാം. ഇതിൽ R1 എന്ന് പറഞ്ഞാൽ R-ഉം R2 എന്ന് പറയുന്നത് മൈനസ് R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ 1/fൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇതിനകത്ത് ഡൗട്ടൊന്നുമില്ല. ഇനി അങ്ങനെയുള്ള 2 ലെൻസ് ചേർത്ത് വയ്ക്കുമ്പോഴുള്ള കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് കാണാൻ 1/f1 ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/f. ആ വാല്യൂസ് ഇട്ടു. അപ്പോൾ നമുക്ക് R/2 എന്ന് F1ൻ്റെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ കോൺവെക്സ് ലെൻസും അതിൻ്റെ ഇടയ്ക്ക് ലിക്വിഡും വീണ്ടും കോൺവെക്സ് ലെൻസ് ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ഈ കോൺകേവ് മിറർ ലെൻസാണ് ഈ നടുക്കിരിക്കുന്നത്, അവൻ്റെ ഫോക്കൽ ലെന്ത് നമുക്ക് F ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ 1/f ഡാഷ് ഈസ് ഈക്വൽ ടു μ-1 ഇൻറ്റു 1 ഇത് R മൈനസ് R, ഇത് പ്ലസ് R ഇടുമ്പോഴത്തേക്ക് ആ നടുക്കിരിക്കുന്ന കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 1/f ഡാഷ് ഈസ് ഈക്വൽ ടു ഇതെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? കമ്പൈൻഡ് ഫോക്കൽ ലെന്ത് നമുക്ക് F2 എന്നല്ലേ വിളിക്കുന്നത്. അതെങ്ങനെ കാണും? 1/f2 ഈസ് ഈക്വൽ ടു 1 ആദ്യത്തേണ്ടത് 1 രണ്ടാമത്തേണ്ടത് 1 മൂന്നാമത്തേത്, മൂന്നും കൂടെ ആഡ് ചെയ്യുക. ഇതിൽ ഇത് F ആണ്, ഇതും F ആണ്. അത് രണ്ടിനും F എന്ന് ഇട്ടു. ഇനി ഇത് മാത്രം F ഡാഷ് എന്ന് ഇട്ടു. ഓക്കെ, ഇനി ആഡ് ചെയ്തെഴുതി. ഇതിനകത്ത് 1/f2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/fൻ്റെ ആൻസർ അതാ ഇവിടെ ഉണ്ട്, 1/r. ഇനി 1/f ഡാഷിൻ്റെ ആൻസർ അതാ ഇവിടെ ഉണ്ട്. ഓക്കെ, റെഡി ആക്കുമ്പോൾ F2 കിട്ടും. അപ്പോൾ F1 അറിയാം, F2 അറിയാം. അപ്പോൾ F1/f2 കാണാം. റേഷ്യോ എടുത്താൽ മതി, എളുപ്പമല്ലേ? പക്ഷേ സ്റ്റെപ്പ് ഒത്തിരി ചെയ്യാനുണ്ട്, സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടും. അപ്പോൾ ഇതെന്നാലും ഒരു പ്രയാസമുള്ള ക്വസ്റ്റ്യനൊന്നും അല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഈച്ച് സർഫസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഈസ് 40. പവർ എത്ര എന്നാണ്. അപ്പോൾ നല്ല എളുപ്പമല്ലേ? ഒരു കോൺവെക്സ് എന്താണ് ലെൻസാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാം കോൺവെക്സ് ലെൻസ്. ഇതിൻ്റെ ആദ്യത്തെ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R, രണ്ടാമത്തെ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ -R. ഇനി ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ഇനി ഇതിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ 40 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R-ൻ്റെ വാല്യൂ 40. അപ്പോൾ ഇത് എത്രയെന്ന് എടുക്കും? -40 എന്ന് എടുക്കും. പവർ എത്ര എന്നാണ് ചോദ്യം. പവർ എത്ര നിങ്ങൾ തന്നെ പറയുക. നമ്മുടെ ഫോർമുല 1/f ഈസ് ഈക്വൽ ടു μ-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നാണ് നമ്മുടെ ഫോർമുല. ഇതിനകത്തോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/f ഈസ് ഈക്വൽ ടു 1.5 എന്ന് കൊണ്ടുപോയ ഹാഫ് ഇൻറ്റു 1/r1 1/40 മൈനസ് 1/-40. അപ്പോൾ ആൻസർ അതാ 1/f ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2/40 എന്ന് വരും. ഇത് രണ്ടും ക്യാൻസലാവും. അപ്പോൾ എഫിൻ്റെ ആൻസർ 40 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ പവർ, അപ്പോൾ അതിനെ നമുക്ക് മീറ്ററിലോട്ട് മാറ്റാം. 40/100 മീറ്റർ എന്നാണ്. പവർ കാണാൻ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 40, അപ്പോൾ 2.5 എന്ന ആൻസർ വരും. ആയിരിക്കും. എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? ഇത് കൊച്ചു കുട്ടികളുടെ ക്വസ്റ്റനാണ്. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ അടിക്കരുത്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. എന്താണ്? എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഫിറ്റ്സ് എക്സാക്ട്ലി ഇൻറ്റു എ പ്ലാനോ കോൺകേവ് ലെൻസ്. അപ്പം നമുക്കൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഞാൻ വരയ്ക്കാം. ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് കോൺവെക്സ്, ഒരു ലെൻസ്. ഇനി അടുത്തത് എന്താണ്? പ്ലാനോ കോൺകേവ് ലെൻസ്. പ്ലാനോ കോൺകേവ് ലെൻസ് രണ്ടാമത്. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഫിറ്റാക്കി വരയ്ക്കാം.
ഇതാ ശരിയായില്ലേ? സോറി, ഓക്കെ, കറക്റ്റായല്ലോ. ഇനി ഒരു കാര്യം കൂടെ കറക്റ്റായോ എന്ന് നോക്കണം. പ്ലെയിൻ സർഫസസ് ആർ പാരലൽ, ശരിയാണല്ലോ. പ്ലെയിൻ സർഫസസ് പാരലലാണ്. ഞാൻ എൻ്റെ കോമ്പിനേഷൻ അപ്പോൾ കറക്റ്റാണ്. ഇനി ലെൻസസ് ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ആൻഡ് μ2. μ1 ഉം μ2 ആണ്. ഇനി റേഡിയസ് ഓഫ് ആർ ഈസ് എ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പം നിങ്ങൾ ആദ്യത്തെ ലെൻസ് ഇങ്ങോട്ട് എടുക്കണം, ഫസ്റ്റ്. ഇത് സെക്കൻഡായിട്ട് എടുക്കുക. എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറഞ്ഞു തരണം. ആദ്യത്തവൻ്റെ റേഡിയസ് എത്ര? ഫസ്റ്റ് സർഫസ് പ്ലെയിൻ അല്ലേ, ഇപ്പോൾ റേഡിയസ് ഇൻഫിനിറ്റി. സെക്കൻഡ് അപ്പോൾ സെക്കൻഡ് സർഫസിൻ്റെത് എത്രയാണ്? സെക്കൻഡ് സർഫസ് എൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? റൈറ്റിലോട്ടായിരുന്നെങ്കിൽ പോസിറ്റീവ് വന്നേനെ, അപ്പോൾ ഇത് നെഗറ്റീവ് ആണെന്ന് വരും. ഓക്കെ, ഇനി സെക്കൻഡ് സർഫസിൻ്റെ കാര്യങ്ങൾ പറയണം. സെക്കൻഡ് സർഫസിൽ, സെക്കൻഡ് സർഫസ് അല്ല സെക്കൻഡ് ലെൻസ്, R1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആറാണോ പോസിറ്റീവ് ആറാണോ? നെഗറ്റീവ് ആറാണ്. ഓക്കെ, നെഗറ്റീവ് ആറാണ്. R2ൻ്റെ ആൻസർ എത്രയാണ്? പ്ലെയിൻ അല്ലേ, ഇൻഫിനിറ്റി. ഇത്രയും എനിക്കറിയാം. ഇനി എന്താണ് വേണ്ടത്? ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയെന്നാണ്. ഓക്കെ, കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് F എന്ന് വിളിക്കാം. അപ്പോൾ F എത്ര എന്നാണ് ചോദ്യം. ആദ്യത്തെ ഫോക്കൽ ലെങ്ത് നമുക്ക് F1 എന്നും രണ്ടാമത്തെ ഫോക്കൽ ലെങ്ത് നമുക്ക് F2 എന്ന് വിളിക്കാം. എങ്ങനെ F കാണുക? 1/F ഈസ് ഈക്വൽ ടു 1/F1 പ്ലസ് 1/F2 എന്നാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 1/F1 നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പറഞ്ഞു, 1/F1 എല്ലാവർക്കും അറിയാം എന്താണ്? μ-1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നാണ്. ഓക്കെ, ഇതിൽ വാല്യൂ ഇടുക. 1/F1 ഈസ് ഈക്വൽ ടു പറയും മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? μ1 എന്നാണ്. μ1 മൈനസ് 1 ഇൻറ്റു, സൂക്ഷിച്ച് ചെയ്യണം, കൂടെ ചെയ്ത് വരണം, 1/R1ൻ്റെ ആൻസർ ഇൻഫിനിറ്റി മൈനസ് 1/R2ൻ്റെ ആൻസർ മൈനസ് ആണ്. അപ്പോൾ 1/F1 ഈസ് ഈക്വൽ ടു പറയും μ1 മൈനസ് 1 ഇൻറ്റു μ1 മൈനസ് 1 ഇൻറ്റു 1/∞ 0, മറ്റത് 1/R. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ കേസ് കിട്ടിയത്. ഇനി നമുക്ക് അപ്പോൾ 1/F1ൻ്റെ ആൻസറായി. ഇനി എന്താ വേണ്ടത്? 1/F2 ഇതുപോലെ കണ്ടുപിടിക്കാം. 1/F2 എങ്ങനെ കണ്ടുപിടിക്കും? ഇസ് ഈക്വൽ ടു μ-1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/F2 ഈസ് ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ μ2 എന്നാണ്, മൈനസ് 1 ഇൻറ്റു 1/R1ൻ്റെ ആൻസർ എത്രയാണ്? -R എന്നാണ്, മൈനസ് 1/∞ എന്നാണ്. 1/∞ എത്ര? 0. അപ്പം 1/F2 ഈസ് ഈക്വൽ ടു പറഞ്ഞു μ2 മൈനസ് 1 ഇൻറ്റു മൈനസ് 1/R എന്നാണ്, മൈനസ് 1/R എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി ബാക്കി നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എന്ത് വരും? 1 മൈനസ് μ2 ഡിവൈഡ് ബൈ R എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ വാല്യൂ ഇടാം. 1/F ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/F ഈസ് ഈക്വൽ ടു 1/F1 എത്രയാണ്? μ1 മൈനസ് 1 ഇൻ ഡിവൈഡഡ് ബൈ R പ്ലസ് അടുത്ത എത്രയാണ്? 1 മൈനസ് μ2 ഡിവൈഡഡ് ബൈ R. ഇനി 1/F ഈസ് ഈക്വൽ ടു പറയും R ഉണ്ട്, ബാക്കി μ1 മൈനസ് 1 പ്ലസ് 1 മൈനസ് μ2 എന്നാണ്. അപ്പോൾ പ്ലസ് 1 മൈനസ് 1 ക്യാൻസലായി. 1/Fൻ്റെ ആൻസർ ഇതാ കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി സ്ട്രൈറ്റ് എഴുതാം. Fൻ്റെ ആൻസർ എത്ര വരും? F ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ μ1 മൈനസ് μ2 എന്നാണ്. R ഡിവൈഡഡ് ബൈ μ1 മൈനസ് μ2 എന്നാണ്. ഇതിൻ്റെ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, R ഡിവൈഡഡ് ബൈ μ1 മൈനസ് μ2. ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞേക്കാം. ഫസ്റ്റ് ലെൻസ്, സെക്കൻഡ് ലെൻസ്, ഇത് രണ്ടും ഇതുപോലെ കമ്പൈൻ ചെയ്ത് വയ്ക്കുക. നമ്മുടെ പ്ലെയിൻ സർഫസസ് പാരലൽ വയ്ക്കണം. ആദ്യത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1, രണ്ടാമത്തേത് μ2. ഇവൻ്റെ ഫസ്റ്റ് സർഫസ് പ്ലെയിൻ ആണ്, അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി. സെക്കൻഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അപ്പോൾ കംപ്ലീറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ഫിയർ കിട്ടും, റേഡിയസ് നെഗറ്റീവ്. ഓക്കെ, ഇനി സെക്കൻഡ് ലെൻസിൻ്റെ കേസിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വരും, റേഡിയസ് നെഗറ്റീവ്. ഓക്കെ, സെക്കൻഡ് സർഫസ് പ്ലെയിൻ ആണ്, അപ്പോൾ റേഡിയസ്
ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എഫ് കണ്ടുപിടിക്കണം. കമ്പൈൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കണം. ഫോക്കൽ ലെന്ത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിൽ ഇവൻ്റെ ഫോക്കൽ ലെന്ത് F1ഉം ഇതിൻ്റെ ഫോക്കൽ ലെന്ത് F2 ആണ്. അപ്പോൾ F1 1/F1 1/F2 കാണുക. നമ്മുടെ ഫോർമുല എടുത്ു, അതിനകത്ത് ഈ വാല്യൂ ഇട്ടു, അപ്പോൾ 1/F1 ആയി. ഇനി രണ്ടാമത്തെ ഫോർമുലയിലിട്ടു, അപ്പോൾ അവിടെയും 1/F2 ആയി. ഇനി നമ്മുടെ ഈ മെയിൻ ഫോർമുലേറ്റ് വാല്യൂ ഇടുക, 1/F = 1/F1ൻ്റെ ആൻസർ എഴുതി പ്ലസ് 1/F2ൻ്റെ ആൻസർ എഴുതി. ഇനി റെഡിയാക്കി ഇത് രണ്ടും വെട്ടിപ്പോയി, അപ്പോൾ 1/F കിട്ടി. അതിൽ നിന്ന് എഫ് കണ്ടുപിടിക്കുക. പ്രയാസമുണ്ടോ? ഇതിന് സമയം പോകും എന്നും പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. റേ ഓപ്റ്റിക്സിൻ്റെ ന്യൂമറിക്കൽസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ സമയമെല്ലാം പോവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. എ റേ ഈസ് ഇൻസിഡൻറ്റ് at an angle of incidence I on one surface of a small angle prism with an angle of prism A. ഒരു ലൈറ്റ് ഐ ആംഗിളിൽ ഒരു പ്രിസത്തിൽ വന്ന് വീഴുന്നു. ഞാൻ വരച്ചേക്കാം. നമ്മളെന്താ ഇനി വരയ്ക്കാതിരിക്കുന്നത് അല്ലേ? അതാ വരച്ചു. ലൈറ്റ് വന്ന് വീണു. ഓക്കെ, ഇവിടെ ഒരു നോർമലൊക്കെ വരച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണ്. ഇനി ഈ പ്രിസത്തിൻ്റെ ആംഗിൾ എത്രയാണ്? എ ആണ്. ഇനി എമർജസ് നോർമലി ഫ്രം ദ ഓപ്പോസിറ്റ് സർഫസ്. അപ്പോൾ മറ സൈഡിൽ നിന്ന് നോർമലായിട്ട് എമർജ് ചെയ്യണം. അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഓക്കെ, ഇങ്ങനെ പോകണം. അപ്പം നമ്മളിവിടെ ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നോർമൽ. അപ്പം നോർമലിനും എമർജൻ്റ് റേയും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇനി കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുക. സാധാരണഗതിയിൽ ഈ ആംഗിൾ എന്താണ്? R1 ആണ്. ഓക്കെ, ഇനി R2ൻ്റെ ആൻസർ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞാൽ മതി. നോർമലിനും റിഫ്രാക്റ്റഡ് റേയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ R2ൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. സംശയമൊന്നുമില്ല. നോർമലിനും നമ്മുടെ രണ്ടാമത്തെ മീഡിയത്തിലുള്ള ഈ റേയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര എന്നാണ് ചോദ്യം? 0. ഇനി എന്താണ് വേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രിസത്തിൻ്റെത് μ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര എന്നാണ്? I എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നല്ല സുഖമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഇവിടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതെല്ലാം പറയാം. R1 + R2 എത്രയാണ്? R1 + R2 എന്ന് പറയുന്നത് A ആണ് അല്ലേ? അപ്പോൾ ഞാൻ വാല്യൂ ഇടാം. R1 നമുക്ക് R1 + R2 = A എന്നല്ലേ? R1 + R2ൻ്റെ ആൻസർ 0 = A. അപ്പോൾ R1 = A എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? sin I/sin R എടുത്താൽ എന്ത് കിട്ടും? sin R എടുത്താൽ R1 എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും അല്ലേ? അപ്പോൾ sin I എത്രയാണ്? I / sin R1 എത്രയാണ്? sin A = μ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി sin I / sin 60 = μ. ഇനി ബാക്കി sin I = μ × sin 60. പ്രയാസമൊന്നുമില്ല. അപ്പോൾ sin I = μ × sin 60 എന്ന് പറഞ്ഞാൽ എത്ര? √3/2. ശരിയല്ലേ? ഇനി ഇതിനൊന്ന് ക്രോസ് ചെയ്യുക. sin I എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഇത്? നമുക്കൊരു കാര്യം ചെയ്യും, ഈ സ്റ്റെപ്പും കട്ട് ചെയ്തോളാം. വാല്യൂ ഒന്നും ഇടണ്ട. ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചോയ്സിലോട്ട് ഞാൻ നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു സംശയം എനിക്ക് വന്നത്. ഇവർ ഒരു അപ്രോക്സിമേഷൻ ചെയ്തിട്ടുണ്ട്. ആംഗിൾ തീറ്റ ചെറുതാണെങ്കിൽ sin θ approximately = θ. അപ്പോൾ sin θ approximately = θ നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ I = μ × പറയും μ × sin 60 എന്നാണ്. sin 60 കണ്ടോ? ഓക്കെ, ഈ 60 എന്ന് പറയുന്നത് എന്താണ്? A ആണ്. μ × A കണ്ടോ? അപ്പോൾ ഈ സംഭവം എവിടെ ഉണ്ട്? I എത്ര എന്നല്ലേ ചോദ്യം? μA എന്നാണ്. അപ്പോൾ ആൻസർ ഏതാണ്? C ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, സൂക്ഷിക്കണം. അതിനകത്ത് നമുക്ക് R1 + R2 A എന്നറിയാം. R2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ R1 + 0 = A എന്ന് വരും. R1 = A എന്ന് വരും. ഇനി sin I ജസ്റ്റ് പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. sin I/sin R1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനി R1ൻ്റെ ആൻസർ ഇട്ടു. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായി. sin θ approximately = θ എന്നുള്ള അപ്രോക്സിമേഷൻ ഉപയോഗിക്കും. അങ്ങനെ റേ ഓപ്റ്റിക്സിൻ്റെ എല്ലാ ന്യൂമറിക്കൽസും ചെയ്തു കഴിഞ്ഞു. ഇനി സ്മാർട്ടായിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.